ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സദ്യക്കൊക്കെ പറ്റിയ ഒരു പൊട്ടറ്റോ സ്റ്റൂവിൻ്റെ റെസിപ്പി കേട്ടോ. ഇതിനകത്ത് ഈ സ്റ്റൂ എന്ന് വെച്ചാൽ ഇച്ചിരി തിക്കായിട്ടുള്ള സ്റ്റൂവാണ്, പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതല്ല കേട്ടോ. അങ്ങനെ പൊട്ടറ്റോ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. സദ്യക്കൊക്കെ എന്താ പറഞ്ഞാൽ ഒത്തിരി സ്വീറ്റായിട്ടുള്ള അല്ലേ, കൂടുതലും സ്വീറ്റായിട്ടും എരിവൊക്കെ കുറഞ്ഞ കറികളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എന്താ പറയുക, ഇത് കുറച്ച് എരിവൊക്കെ ഇട്ടിട്ട് തിക്കായിട്ട് ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ. ഇപ്പം നോൺ വെജ് ഒന്നും നമ്മൾ സാധാരണ സദ്യക്ക് യൂസ് ചെയ്യത്തില്ലല്ലോ. അപ്പം അങ്ങനെ ഒന്നും ഇല്ലാത്തപ്പം ഇതുപോലൊരു റെസിപ്പി ഉണ്ടാക്കിയ, ഇതുപോലൊരു കറി സദ്യക്ക് ഉണ്ടാക്കിയ അടിപൊളിയായിരിക്കും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. തിക്കായിട്ടുള്ളതാണ് കേട്ടോ, തിക്കായിട്ട് ഗ്രേവി ഇല്ലാത്തത്. യൂഷ്വലി നമ്മൾ എന്താ പറയുന്നത്, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഗ്രേവി ഉള്ള ഒരു സ്റ്റൂ ആണല്ലോ സദ്യക്ക് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് തിക്കായിട്ടുള്ള യമ്മി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ സ്റ്റൂ. ഓക്കെ, അപ്പോൾ അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് ഞാൻ ആദ്യം പൊട്ടറ്റോ പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇത് പുഴുങ്ങിയ പൊട്ടറ്റോയാ. അത് 250 ഗ്രാം ഉണ്ട്. നമുക്ക് കട്ട് ചെയ്യണം. പിന്നെ ഉള്ളി, ഓക്കെ, ചെറിയ ഉള്ളി ഓർ ഷാലറ്റ്സ് നിങ്ങൾക്ക് എടുക്കാം. ഇത് 250 ഉണ്ട്. അപ്പോൾ ഒരു 100 ഗ്രാമുള്ള ഉള്ളി വേണം. പിന്നെ ആവശ്യത്തിന് പച്ചമുളക്. ഓക്കെ, പിന്നെ ഇതൊക്കെ ഒന്ന് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ വേണം. പിന്നെ ഇതിന് ഇടുന്ന മസാലകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് മസാലകളൊക്കെ കുറച്ച് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 3-4 ബോൾ കുരുമുളക്, 2-3 ഗ്രാമ്പൂ, പിന്നെ ഒരു സിനമൺ സ്റ്റിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഏലക്ക. ഓക്കെ, 3 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ടർമറിക് പൗഡറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടെ നമ്മൾ ആദ്യം ഇതൊന്ന് വെളിച്ചെണ്ണയിലിട്ട് വഴറ്റിയെടുക്കും. അതിനകത്തോട്ട് ഈ മസാല ഇട്ട് വഴറ്റി, പിന്നെ ലാസ്റ്റ് കടുക് വറുത്തിടാനുള്ളതാണ്. കടുക്, മുളക്, ഒരു ചെറിയ ഉള്ളി ഇങ്ങനെ വട്ടത്തിലരിഞ്ഞിടും, പിന്നെ കറിയിലിടും. എനിക്കിത് സദ്യക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം എനിക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വരണം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വറുത്തിടാം. ഈ ഹോൾ മസാല വറുത്തിട്ട് പൊടിച്ചെടുക്കാം. അതല്ലെങ്കിൽ ഇതെല്ലാം കൂടെ, ഇപ്പം ഇത് കുറച്ചേ ഉള്ളതുകൊണ്ട് നന്നായിട്ട് പൊടിച്ച് വരത്തില്ല. ഓക്കെ, ബെറ്റർ ഇതെല്ലാം കൂടെ നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ഇട്ടിട്ട് അങ്ങ് പൊടിച്ചാൽ ഇതുകൂടെ നന്നായിട്ട് പൊടിച്ച് വരും. ഓക്കെ, അതിൻ്റെ കൂടെ അപ്പം അങ്ങനെ ചെയ്യാൻ പോകും ഞാൻ. എനിവേ, നമുക്ക് ആദ്യം ഇത് കട്ട് ചെയ്തിട്ട് വരാം. ഇത് പുഴുങ്ങിയ പൊട്ടറ്റോ ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്, ബോയിൽഡ് പൊട്ടറ്റോയാണ് വേണ്ടത്. ഓക്കെ, ഇതേ ഇപ്പം നമ്മൾ പുഴുങ്ങിയ പൊട്ടറ്റോ ഇങ്ങനെ ഒന്ന് മാഷ് ചെയ്ത് വെച്ചിട്ടോ, ഉടച്ച് വെച്ചു. പിന്നെ ഗ്രീൻ ചില്ലി എടുത്തു, ഇതുപോലെ സ്ലിറ്റ് ചെയ്ത് വെച്ച്. ഇത് ഞാനൊരു 50 ഗ്രാം എടുത്തുള്ളൂ കേട്ടോ. ഇത് 250 ഗ്രാം ഉണ്ട്. ഇത് 50 ഗ്രാം ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ച്, പിന്നെ കറി ലീഫൊക്കെ എടുത്ത് വെച്ചിട്ടോ. സദ്യക്ക് കുറച്ചില്ലേ നമ്മൾ വിളമ്പണേ, അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതി. നമുക്ക് ആദ്യം മസാലകളെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഞാൻ പറയാം, ഇത് 250 ഗ്രാമും, അതുകൊണ്ട് ഇത് 50 ഗ്രാമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. കണ്ടോ, അതെല്ലാം കൂടെ ഇട്ടിട്ട് അങ്ങനെ പൊടിക്കുമ്പോൾ അങ്ങ് പൊടിഞ്ഞ് വരും കേട്ടോ. എന്നു വെച്ചാൽ നമ്മൾ കുറച്ചല്ലേ ഉള്ളൂ മസാലകൾ, ഹോൾ മസാല എടുത്ത്, ചിലപ്പോൾ അത് തന്നെ ഇടുമ്പോൾ പൊടിഞ്ഞ് വരില്ല. അപ്പോൾ എല്ലാം കൂടി ഇട്ട് അങ്ങ് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇതേപോലെ പൊടിച്ച് വെക്കുക. അപ്പോൾ അത് ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതില്ലേ, എന്താ പറയുക, ഓണിയനും ഗ്രീൻ ചില്ലി, കറി ലീഫൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, ആദ്യം നമുക്കിതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് പിന്നെ വേണം നമ്മൾ ഇത് മസാല ഇട്ട് കൊടുക്കണം. ഓക്കെ, മസാല ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഓക്കെ, ലൈറ്റ് ബ്രൗൺ കളർ വരെ. പിന്നെ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോ. ഇപ്പം വേറെ ഒന്ന് വഴറ്റിയെടുക്കാം. കണ്ടോ, ഒരു ചെറിയ ബ്രൗൺ കളർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേന് ഈ സമയത്ത് നമുക്ക് ഈ മസാലകളോട് ഇട്ട് കൊടുക്കാം. അപ്പം അതിലൂടെ ഒന്ന് വഴറ്റി വരുമ്പോഴത്തേന് ഈ ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളറാവും കേട്ടോ. അപ്പം നമുക്കിനിയിപ്പം മസാലകൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത്രയും മതി അല്ലേ. ഇതുപോലെ ആയിട്ട് മസാലകൾ ഇട്ട് കൊടുക്കുക. ഒത്തിരി അങ്ങ് ബ്രൗൺ കളറാകുമ്പോൾ പിന്നെ നമ്മൾ മസാലയൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും പിന്നെ അത് കരിഞ്ഞൊക്കെ പോകും. ഓക്കെ, അപ്പോൾ ബെറ്റർ ഇങ്ങനെ ആകുമ്പം മസാലകളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് പൊടിച്ച് വെച്ച മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് കൊടുത്ത് ഇതുകൂടി ഇട്ടൊന്ന് 2-3 മിനിറ്റ് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, ഇത് ഞാൻ വറുത്ത് പൊടിച്ചതല്ല. അപ്പോൾ വേണമെങ്കിൽ ഒരു 3 മിനിറ്റ് നമുക്കിനി ഒന്ന് മീഡിയം ടു ലോയിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ഞാൻ ഒന്ന് വഴറ്റിയെടുത്തുള്ളൂ കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടാൽ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഓക്കെ,
ഞാനിത് ഇങ്ങനെ പീസൊന്നും ചോപ്പ് ചെയ്തൊന്നുമല്ല. ഓക്കെ, ഞാൻ ചോപ്പ് ചെയ്ത് ചുമ്മാതെ കൈ കൊണ്ട് ആക്കിയിട്ട് കേട്ടോ. അങ്ങനെ മതി. അപ്പം അങ്ങനെ കിടക്കുമ്പോഴാണ് ഒരു ഭംഗി അതിനകത്ത്. ഓക്കെ, കറി നന്നായിട്ടിരിക്കുന്നത് നമ്മൾ വിളമ്പിക്കൊടുക്കുമ്പോഴൊക്കെ ഒരു സ്റ്റൈലിലിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇട്ടുക. എന്നിട്ട് നമുക്കൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോ ഇട്ടിട്ട് ഒന്ന് 2 മിനിറ്റ് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് കൂടെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, എല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് വരട്ടെ. ഓക്കെ, ഇതപ്പം ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് നോക്കാം. ഓക്കെ, ഇതപ്പം നമ്മൾ മിക്സ് ഇനിയിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം എണ്ണത്തോട് ചൂടുവെള്ളം കേട്ടോ. ചൂടുവെള്ളം വെച്ചാൽ അറ്റ്ലീസ്റ്റ് വാം വാട്ടറെങ്കിലും ആവണം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ട. വേണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി ഒന്നും ഇത് തിക്കായിട്ടിരിക്കുന്നത് കേട്ടോ. തിക്കായിട്ടുള്ള സ്റ്റൂ ആണ്. ഇളക്കി എടുത്ത് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത്, വേണമെങ്കിൽ ഒരു 1/4 കപ്പ് കൂടെ ഒഴിച്ച് നോക്കാം. എനിവേ ഇത് അങ്ങനെ വെള്ളമല്ല. ഓക്കെ, ഇപ്പോൾ ഒരു 1/4 കപ്പ് കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കും. ഓക്കെ, ഒന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, പിന്നെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. എല്ലാം കൂടെ ഒന്ന് എന്നിട്ട് ഈ എന്താ പറയുക വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് പിടിച്ചു വരണം. ഓക്കെ, വേണമെങ്കിൽ അടച്ചു വെക്കണമെന്നില്ല. ഓക്കെ, ഓൾറെഡി ഇങ്ങനെ ഇതായിട്ട് വരും നന്നായിട്ട്. ഇതാകുമ്പോൾ തിക്കായിട്ടുള്ള സ്റ്റൂ ഞാനപ്പോൾ 1/4 കപ്പും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്ത്. ഓക്കെ, ഇനി നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുറുക്കിയെടുത്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് കടുക് വറുത്തയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അടിപൊളി തിക്കായിട്ടുള്ള പൊട്ടറ്റോ സ്റ്റൂ. ഓക്കെ, സദ്യക്ക് ഉണ്ടാക്കി നമുക്ക് അടിപൊളിയായിരിക്കും നിങ്ങളുടെ സദ്യ. അപ്പോൾ മിക്സ് ചെയ്തെടുത്ത് അടിപൊളി. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചത് കേട്ടോ. ചൂടുവെള്ളം അറ്റ്ലീസ്റ്റ് വാം വാട്ടറെങ്കിലും എടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ തിക്കായിട്ടുള്ള സ്റ്റൂ. അടിപൊളിയായിട്ടിരിക്കും അല്ലേ? നമുക്ക് കടുകൂടെ വറുത്തതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ഉപ്പുണ്ടോയെന്ന് നോക്കുക. ഓക്കെ, നമ്മളിത് റെഡി ആയിട്ടിരിക്കുന്നു. ഇപ്പം കടുക് വറുക്കാൻ ഞാൻ ചെറിയ ഉള്ളി ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടോ. ചെറിയ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളി സ്റ്റൂ ആയിട്ട് വരും. സദ്യക്ക് ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ ഉള്ളി പച്ചക്ക് ഇറങ്ങി നല്ല അടിപൊളി മണമാണ് ഉണ്ടാക്കിയിട്ട്. കടുകൊക്കെ പൊട്ടി വരുന്നത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഓണത്തിനും അല്ലെങ്കിൽ എന്തെങ്കിലും സദ്യയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്റ്റൂവിൻ്റെ തിക്കായിട്ടുള്ള സ്റ്റൂവിൻ്റെ റെസിപ്പി. ഓക്കെ, ഇതിപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ അതേപോലെ എടുത്തിട്ട് കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ എടുത്ത് ചെയ്താൽ നല്ല അടിപൊളിയായിട്ടുള്ള തിക്കായിട്ടുള്ള ഉണ്ടാവും. നോക്ക്, അടിപൊളിയായിട്ടിരിക്കുന്നു. നല്ല ടേസ്റ്റ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഓക്കെ, അതിൻ്റെ കുറച്ചുണ്ടാക്കി ഇത്രയൊക്കെ തന്നെ ധാരാളം അല്ലേ സദ്യക്ക്. നമ്മൾ അങ്ങനെ ഒത്തിരി ഒന്നും വിളമ്പത്തില്ലല്ലോ സദ്യക്ക്. കുറച്ചല്ലേ ഉള്ളൂ നമ്മൾ കൊടുക്കണം. അപ്പം ഇതൊക്കെ തന്നെ ധാരാളം. ഇത് ഞാനൊരു സെർവിങ് ബൗളിലോട്ടൊക്കെ മാറ്റണ്ട. തിക്കായിട്ടുള്ള ഒരു സ്റ്റൂവാണ്. ഉണ്ടോ, ഗ്രേവിയൊക്കെ കുറഞ്ഞു വന്ന് നമ്മൾ ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച്, പക്ഷേ എന്നിട്ടും അതൊന്ന് എല്ലാം കൂടെ കുറുകി വരുമ്പോൾ ഇതേപോലെ ഇരിക്കും. അടിപൊളി കേട്ടോ. സദ്യക്ക് നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ വിളമ്പി കൊടുക്കുന്നു കുറച്ചുണ്ടോ, കുറച്ചല്ലേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു മസാലയൊക്കെയുള്ള എരിവൊക്കെ ഉള്ളൊരു കറി ഉണ്ടെങ്കിൽ സദ്യ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് ടൈം സദ്യ ഉണ്ടാക്കുമ്പം ഈ തിക്കായിട്ടുള്ള സ്റ്റൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ,
അപ്പോൾ ഇനി വേറെ റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.